മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന സ്കൈ ബോക്കാണ്. നമ്മളെ കൂടെ ഇച്ചു ഉണ്ട്. ഇച്ചുതാ ഗൈസ് നിൽക്കുന്നത് കണ്ടൂടെ ഇച്ചു വെട്ടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഇന്ന് ഇച്ചു വെച്ചിട്ട് അന്ന് സങ്കടം അയ്മുട്ടിയെ അങ്ങോട്ട് ഇവിടെ കുറേ എഴുതി കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ മരങ്ങളോട് ചോദിക്കാതൊക്കെ വെട്ടിയാ മണ്ണോടം മരം ഫുള്ള് വെട്ടില്ല, മോള് ഭാഗം വെട്ടില്ലട്ടാ. അപ്പോൾ ഗൈസ് നമുക്ക് കോബസ്റ്റോൺ ജനറേറ്റർ ഇവിടെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് പുല്ലൊക്കെ കിട്ടുന്ന നമുക്ക് നമ്മൾ കോബസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. നമുക്ക് ഇത് മാറിക്കാം കപ്പിൻ്റെ നമ്മുടെ ചെക്കൻ പവർ തന്നെ ഒന്നും പറയണ്ട. ചെക്കൻ മാസമാണ്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെക്കാം. വീണ് കഴിഞ്ഞാൽ ആകെ പണിയാവും. പിന്നെ മരം എനിക്കൊന്ന് ഈ ഇടത് എന്താ പറയുക, ആ വടി അടിക്കാം. വടി മരമൊക്കെ കടിക്കാം. എനിക്കൊരു സ്റ്റോൺ പിക്കാച്ചിൻ്റെ ഒക്കെ അടിക്കാം. ഇക്കന്നെ വിചാരിക്കും ഞാൻ ഇപ്പം എന്താ ഞാൻ ഈ മരം വെട്ടട്ടെ. അതാണ് നമുക്ക് സ്റ്റോൺ പൊളിക്കാവുന്നതാണ്. പീസ് എടുക്കാം. ഇച്ചു കുറേ ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. സ്ലാബും ഉണ്ടാക്കിയിട്ടുണ്ട്. ലാവേക്ക് വീണേതെ കഴിച്ചു. ആകെ പണിയായത് ഇതിന് ചുറ്റിലും വെക്കില്ല. ഈ സ്ലാപ്പിങ്സ് കിട്ടണം നമുക്ക്. ഇതൊന്ന് രണ്ടാം മോളെ ഇത്തിരി അഡ്ജസ്റ്റ്മെന്റ് ആ ഉണ്ടാണ്. ഒന്നും അറിയില്ല. നമുക്ക് രാത്രി ആവാനായി. അല്ല രാത്രി നിങ്ങളായും കണ്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് എങ്ങനെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കിട്ടി. നമ്മൾ കിട്ടി. നമുക്ക് സാപ്പിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചുക്ക് ആപ്പിൾ കിട്ടിയിട്ടുണ്ടാവില്ല. സാപ്പിങ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ വെക്കാം. എന്ത് നമുക്കിത് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കല്ലൊക്കെ വെച്ചാട്ടാ. കല്ലൊക്കെ റയറാണ്. കല്ല് റയറാണോ? സ്റ്റോൺ റയറാണ്. അത് നമ്മളെ സ്റ്റോൺ ജനറേറ്റർ ഉണ്ട്. പിന്നെ എന്ത് റയർ വടി ഉണ്ടാ ഡേർട്ട് റയറാണ്. എല്ലാം പറഞ്ഞു. ഡേർട്ട് റയറാണ്. ആപ്പിൾ മാങ്ങയാണ്. ആപ്പിൾ നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ മരം തന്നാൽ നമുക്ക് പിക്കാക്സ് വേണമല്ലോ.
പിക്കാക്സ് നമുക്ക് ഇച്ചും കൊടുക്കാം. നമ്മൾ ഭയങ്കര ഗ്രൈൻഡിങ്ങാണ് ഗൈസ്. എന്ത് ചെയ്യാണ്? നമുക്കിത് പൊട്ടിക്കണമെങ്കിൽ പൊട്ടുന്ന ഭയങ്കര അടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇനി അപ്പോൾ ഇതിവിടെ വെക്കാം. നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ആണ്. ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ സ്റ്റോൺ ഉണ്ടാക്കിയത് എന്ത് യെസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സോഡ് കൂടി ഇട്ടിട്ടുണ്ട്. അടിക്കാന്ന് തോന്നിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ തൊട്ടെടുത്താൽ മതി. ഇച്ചിരി ഇങ്ങനെ അടിച്ചും കൊല്ലാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ സ്റ്റോണത് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗൈസ്. പറയട്ടെ ഗൈസ്. മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇച്ചു വടിയായി നിലത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. പണ്ടേ സ്റ്റോൺ മൈൻഡ് ചെയ്ത് വടിയായി അതിൻ്റെ 2 വിശ്വാസം പോയിട്ടുണ്ട്. സങ്കടമില്ല, സങ്കട വാർത്തയാണ്. നിങ്ങളെല്ലാവരും കേൾക്കേണ്ടതാണ്. ഞാൻ ആർക്ക് വേണ്ടി സ്റ്റോൺ പിക്കാച്ച് ഉണ്ട്. എൻ്റെ വുഡൻ പിക്കാച്ച് ഉണ്ട് അവിടെ. പൊട്ടാനായതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് നല്ല ഒട്ടേ ഇപ്പം ചെയ്യവനൊക്കെ പൊളിക്ക്. ഞാൻ ഇതിൻ്റെ അടിയിൽ കട്ട വെക്കാന്നാ. ഇതിൻ്റെ അടിയിൽ നിന്നിട്ടല്ലേ ആ തോലയിലോട്ട് അതിൻ്റെ വേല നിന്നിട്ട് നല്ല പ്രശ്നം എന്താണ്? പൊളിക്ക്. അതെങ്ങനെ? ഇതിപ്പോൾ ഞാൻ വെച്ചതാ. അപ്പോൾ ചെന്തിൻ്റെ വേല നിന്നിട്ടാ വീണ്. എങ്ങനെ വീണ്? ഞാൻ ഇതിന് മേലെ അപ്പോൾ അതുകൊണ്ട് ബാക്ക് ഓട്ടായി പോയതാണ് തന്നെ. അങ്ങനെ ആയിരുന്നെങ്കിലോ ഇപ്പോൾ പോയി നോക്കാൻ കൂടി. നമുക്കെന്നാ ഇവിടെ ഈ സാപ്പിങ്സ് വെച്ച് ഇവിടെ വെക്കാം. ആകുമ്പോൾ അടുത്തുനിന്നാകുമ്പോൾ ഞാൻ വേറെ കളിച്ചിട്ടാ ഞാൻ ഈ മണ്ണ് അടിയിൽ പോയി പൊട്ടിച്ച് അവിടുത്തെ പോയി അടിയിൽ ചെസ്റ്റിടും. മണ്ണിൻ്റെ അടിയിലാ പോടായിരുന്നു. സത്യം നമുക്കൊന്ന് ട്രൈ ചെയ്തോ ഗൈസ്. ഞാൻ സ്ലാപ്പിങ് അവിടെ കൊണ്ടു. സൂര്യ ഉദിക്കുന്നുണ്ട് ഗൈസ്. ചന്ദ്രൻ അടിയിലും പോകില്ല. എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. ചന്ദ്രൻ മോൾക്കോണേ സൂര്യ പൊന്തുന്നത്. അല്ല ചന്ദ്രൻ അടിയിക്കോണേ സൂര്യ പൊന്തുന്നത്. എന്നാണ് നമ്മൾ ഇച്ചു പറയുന്നത്. എന്തൊക്കെ ഇച്ചു ഒന്നും അറിയില്ല. സ്വന്തമായിട്ട് യൂസ് തന്നെ. അല്ലല്ലല്ലല്ലല്ല ഓരോന്ന് ബെഡായി ഇടും. നമുക്ക് എവിടെയെങ്കിലും ഐലൻഡ് കണ്ടുപിടിക്കണം. ഞങ്ങൾ റെൻഡർ ഡിസ്റ്റൻസ് കുന്തം കൂട്ടിയിട്ടപ്പോൾ അവിടെ ഒരു ഐലൻഡ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വല്ലതും കാണുന്നുണ്ടോ? ഓരോ കൂട്ടിയിട്ട് ഞാൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു ഐലൻഡ് ജംഗിള് പലതും ഉണ്ടോ അവിടെ? ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് ഒരു കുഞ്ഞ സാധനം കാണുന്നുണ്ട്. അത് അവിടെ ഒരു കുഞ്ഞ സാധനം കാണുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോകട്ടെ ഗൈസ്. നമുക്ക് ഇത് കുറച്ചിട്ടേക്കാം. ഡിസ്റ്റൻസ് ഓഫ് ആക്കിയിട്ടപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ടായത് ഐലൻഡ് ഒന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് കുറേ കോബസ്റ്റോൺ എടുക്കണം വെച്ചു. നമുക്കൊന്നും അറിയില്ല എന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യാനാ? മൂന്നടി അടിച്ചിട്ടുള്ളൂ ചാടിക്കാണ്ട്. അത്രക്ക് തന്നെ അതൊക്കെ എടുക്കട്ടെ. ബാക്കി അതെനിക്ക് പാവാണ്. എൻ്റെ എടാ ഫുഡ് വല്ലതും ഉണ്ടാ? ഒരു കാര്യം സാധനങ്ങൾക്ക് തീ കത്തിട്ട് ചാടാൻ പോവാ. അമ്മിൻ്റെ എനിക്ക് ഹെൽത്ത് വേണ്ടാ. ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രിക്കാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ ഊരില്ല. ഒരൊറ്റ ചാട്ടം ചാടും ൂന്നോട് പോവുക. അത്ര തന്നെ. അപ്പം നമുക്ക് ഹെൽത്ത് കൂടും ഗൈസ്. കാണിച്ചു അങ്കറും കൂടും. അതാണ് എൻ്റെ ബുദ്ധി. എൻ്റെ ബുദ്ധി ആർക്കറിയില്ല. കണ്ട യെസ് യെസ് ഇന്ദ്ര നമ്മളെ അത് നോക്കണത്. എന്റെ കത്തിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. യുദ്ധം നടക്കും. അങ്ങനെ വയ്ക്കും. ഞാൻ കുത്തു. ഞാൻ വല്ലു സാധനങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലൊട്ട. എന്തൊക്കെയുണ്ട് എന്റെ കൊറേ സാധനങ്ങളുണ്ട്. നമുക്ക് എന്റെ സ്റ്റോണും പോയി. അല്ല എന്റെ പിക്കാച്ചും പോയി, സ്റ്റോണും പോയി, അതും പോയി, ഒക്കെ പോയി.
വീണ്ടും അടിച്ചോണ്ടിരിക്കുന്നു അത് കൈയ്യട്ടിട്ടാ നമുക്ക് നമ്മളെ മരം വളർന്നു ഇച്ചതിന്റെ അടിയിലാണ് കിടക്കുന്നത് മരമാണ് ഫൈറ്റിംഗ് നിങ്ങൾ കാണാൻ പോണത് എന്റെയും ഇച്ചുവിൻ്റെതുമായ കാണാൻ പോണത് കാണാൻ അതാണ് കഥ എന്താ പേരാ നോക്കാൻ വന്നതാടാ എടാ ഈ കുട്ടി നമുക്ക് ഫൈറ്റ് ഇതോടെ നിർത്തിയേക്കാം ബ്രാവ് യൂട്യൂബിൻ്റെ കൊല്ലാവരോട് വെച്ചിട്ട് ഞാൻ മതി ഇച്ചു ഈ തേനീച്ച കൂട്ടി കൈയിട്ടു അതോടെ തേനീച്ചകൾ അങ്ങോട്ടും നീങ്ങി നീങ്ങി പോവുകയാണ് ഇച്ചു വടിയായി എന്താണ് ചെയ്യുന്നത് ഗൈസ് നിങ്ങൾ കാണണം ഇച്ചു ഒന്നും ഇല്ലാതെ ചാടി കഴിഞ്ഞു ഇതാ കണ്ടോ ഇപ്പൊ ഈ റോക്കറ്റ് വരുന്നുണ്ടോ നിങ്ങൾക്കാ ഇപ്പൊ കണ്ടോ ഇച്ചു ഇപ്പൊ കണ്ടോ കാണണ്ട ഇത് കാണേണ്ടതാണ് ഇതിൽ കൂടെ പോയില്ലേ ഇവിടെ ആ അതാ അത് ഒന്നുകൂടി അടിക്കാം ഇവിടുന്ന് അടിക്കാം ആ ഒന്നുകൂടി അടിക്കാം ഇതാ പോയിന്ന് ഗൈസ് ഇതിൽ കൂടെ വരുന്നു നമ്മൾ ഇതിൽ കൂടെ വരുന്നായിരുന്നു അതങ്ങോട്ട് പോയി ഗൈസ് ഞാൻ കുറെ പൊളിച്ച് 53 കിട്ടി പോയും ചെയ്തു എടാ ഇച്ചോ ഇതിപ്പോ അങ്ങനെ വെക്കാൻ പറ്റിയില്ല ഞാൻ വെക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ മുഞ്ചിട്ടുണ്ട് ആ